പ്രിയങ്ക ഗാന്ധി ചാലക്കുടിയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സ്ഥാനാർത്ഥികൾ 25-നും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരെയും കൂടി ചേർത്തിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക സ്ഥാനാർത്ഥി നിരയാണ് കോൺഗ്രസ് പാർട്ടിയും UDF-ഉം നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. I left home early morning yesterday and I was traveling through different constituencies till about 10:30 at night. ഇന്നലെ രാവിലെ വളരെയധികം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഞാൻ ഇന്നലെ മുഴുവൻ രാത്രി 10:30 വരെ കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. I campaigned for a young girl who comes from a very modest family, who has struggled, fought a panchayat election and is now proudly fighting the assembly election. ഇന്നലെ ഞാൻ പ്രചരണം നടത്തുമ്പോൾ വളരെ ചെറുപ്പക്കാരിയ ഒരു പെൺകുട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുകയുണ്ടായി. വളരെ സാധാരണമായ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് വന്ന് വളരെയധികം കഷ്ടപ്പെട്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഇന്ന് അഭിമാനത്തോടുകൂടി അസംബ്ലി ഇലക്ഷൻ വേണ്ടി പൊരുതുന്ന ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ ഇന്നലെ പ്രചരണം നടത്തുകയുണ്ടായി. I campaigned for a poet. ഞാനൊരു കവിത എഴുതുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇന്നലെ പ്രചരണം നടത്തുകയുണ്ടായി. Who feels the pain of the people of Kerala so much that he is able to write poetry about it. കേരളത്തിലെ ജനങ്ങൾ കടന്നു പോകുന്ന വിഷമം വളരെയധികം മനസ്സിലാക്കാൻ അത് അനുഭവിക്കാൻ കഴിയുന്ന ആളാണ് ആ സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് അവരെ പറ്റി എഴുതാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിക്കും. He feels for you and feels for your future. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നു. I campaigned for activists. സാമൂഹ്യ പ്രവർത്തകയായ ഒരാൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ പ്രചരണം നടത്തി. Who stood shoulder to shoulder with cashew farmers and who fought for the rights of the rubber farmers. കശുവണ്ടി തൊഴിലാളികളുടെയും അതുപോലെ റബ്ബർ മേഖലയിലും പണിയെടുക്കുന്ന കർഷകരോട് തോളോട് തോൾ ചേർന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഇന്നലെ ഞാൻ പ്രചരണം നടത്തുകയുണ്ടായി. And I also campaigned for ex-ministers, for people who had served in the government of Kerala before, who are experienced and wise and understand what the politics of Kerala requires. അനുഭവ സമ്പത്തുള്ള കേരളത്തിലെ മുൻ മന്ത്രിമാർക്ക് വേണ്ടി ഞാൻ ഇന്നലെ പ്രചരണം നടത്തുകയുണ്ടായി. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്ന അത് മനസ്സിലാക്കാനുള്ള വിവേകവും അനുഭവമുള്ള മുൻ മന്ത്രിമാർക്ക് വേണ്ടി ഞാൻ ഇന്നലെ പ്രചരണം നടത്തുകയുണ്ടായി. So what we are putting forward to you in this election is a solid team of experienced people, of young people, and most importantly, we are putting before you a vision document for the future of Kerala. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് അനുഭവ സമ്പത്തും ജ്ഞാനവുമുള്ള അതോടൊപ്പം തന്നെ യുവത്വത്തിന്റെ ഊർജ്ജമുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഭാവി സ്പഷ്ടമാക്കുന്ന വ്യക്തമാക്കുന്ന ഭാവിയെക്കുറിച്ച് ഊന്നൽ നൽകുന്ന ഒരു കാഴ്ചപ്പാടുള്ള വിഷൻ ഡോക്യുമെന്റ് ഒരു പ്രകടന പത്രികയും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. Our leaders traveled across Kerala in the last few months. They spoke to all sections of society, to fishermen, to cashew farmers, to people in the rubber industry, in the coir industry, to my sisters, to everybody. And after these discussions, they developed this document which they felt reflected your voice and your wishes for the future. ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിലുള്ള സഹപ്രവർത്തകരുടെ നേതാക്കളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവിടെയുള്ള എൻ്റെ സഹോദരിമാർ അതുപോലെ കശുവണ്ടി മേഖലയിൽ പണിയെടുക്കുന്നവർ കർഷകർ ഇവരോടെല്ലാം സംസാരിച്ചുകൊണ്ട് ഒരു വിഷൻ ഡോക്യുമെന്റ് പ്രകടന പത്രിക തയ്യാറാക്കുകയുണ്ടായി. അത് ഭാവിയെക്കുറിച്ചുള്ള കേരളത്തിലെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ് അതിൽ പ്രതിഫലിക്കുന്നത്. അതിൽ നിങ്ങളുടെ ശബ്ദമാണ് പ്രതിഫലിക്കുന്നത്. Now when people from outside Kerala like me look towards your state, we see a state which is naturally beautiful. എന്നെ പോലെ കേരളത്തിന് പുറത്തുള്ള ആളുകൾ കേരളത്തെ ഉറ്റുനോക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് സ്വാഭാവികമായി വളരെയധികം മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനം. A society which is highly educated. ഏറ്റവും അധികം വിദ്യാസമ്പന്നരായ ആളുകളുള്ള ഒരു സമൂഹം. A society in which women get good opportunities to work, to flourish. ഒരു സമൂഹം അതിൽ ഇവിടെയുള്ള സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും അതുപോലെ അവരുടെ കഴിവ് തെളിയിക്കാനും ധാരാളം അവസരം കിട്ടുന്ന ഒരു സമൂഹം. We see mosques, temples, churches coexisting peacefully
ഇവിടെ മോസ്കുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം സമാധാനത്തോടുകൂടി സഹവർത്തിത്വത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഞങ്ങൾ കാണുന്നു. People mingling happily in each other's festivals. ആളുകൾ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്ന ഒരു കാഴ്ച കേരളത്തെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. And personally, whenever I have gone anywhere and seen that there is someone from Kerala working in that company or working in that shop or that office, I immediately know that he is a dedicated, loyal, efficient and intelligent person. ഞാൻ എവിടെ പോകുമ്പോഴും കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കേരളത്തിലെ ഒരാൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കടയിൽ ഒരു മലയാളി ഉണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ആളിനെ കാണുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ സാധിക്കും കഴിവുള്ള ആളാണ്, കഠിനാധ്വാനിയാണ്, വിശ്വസ്തനാണ്, ബുദ്ധിയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. We see all your beautiful products, all the beauty and the culture and the understanding that you have contributed to India. നിങ്ങളുടെ മനോഹരമായ ഉൽപ്പന്നങ്ങൾ, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ പാരമ്പര്യം, നിങ്ങൾ ഭാരതത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മനോഹരമായ അനേകം ഉൽപ്പന്നങ്ങളും സൗന്ദര്യവും ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. And the most beautiful thing about this is that there is not one single politician, one single person who can take the credit for what Kerala is today. ഇതിൽ ഏറ്റവും മനോഹരമായ കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക്, ഒരു രാഷ്ട്രീയക്കാരന്, ഒറ്റ ഒരാൾക്ക് കേരളം എന്താണ് അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, ഒരാൾക്ക് അത് എടുക്കാൻ സാധിക്കില്ല. The full credit for what Kerala is today goes to you. ഇന്ന് കേരളം എന്താണോ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. To the people of Kerala. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. To my hard-working sisters and brothers and their forefathers who have built this land, this culture, your traditions with their sweat and blood. കേരളം എന്താണോ അതിന്റെ ക്രെഡിറ്റ് പോകുന്നത് കഠിനാധ്വാനികളായ എന്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അതുപോലെ ഈ കേരളം ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത നിങ്ങളുടെ മുൻഗാമികൾക്കുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And it is for this reason that even somebody from outside Kerala like me feels angry when the people of Kerala are ignored. എനിക്ക് ഇതേ കാരണം കൊണ്ട് തന്നെയാണ് കേരളത്തിന് പുറത്തുള്ള ഒരാളാണെങ്കിലും എന്നെ പോലെയുള്ള ആളുകൾക്ക് കേരളത്തിലെ ജനങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ ദേഷ്യമുണ്ടാകുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. It is for this reason that we in the Congress party believe that the politics of Kerala has to be driven by the people of Kerala. അതേ കാരണം കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിലും ഐക്യ ജനാധിപത്യ മുന്നണിയിലുമുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാകണം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. It is you who must decide for your future. നിങ്ങളാണ് നിങ്ങളുടെ ഭാവി എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. It is you who have the power to make and change your future. നിങ്ങൾക്കാണ് നിങ്ങളുടെ ഭാവി നിർമ്മിക്കാനും ഭാവി മാറ്റാനുമുള്ള അധികാരവും ശക്തിയുമുള്ളത് നിങ്ങൾക്കാണ്. And it is especially to my young friends sitting in front here that I want to say that understand this power, own this power. ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കളോട്, ഈ പെൺകുട്ടികളോട് പ്രത്യേകമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ ശക്തി നിങ്ങൾ മനസ്സിലാക്കുക. Don't ever allow anyone to distract you from what are the real issues of your election. ഒരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്താണ്, നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ്, അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരിക്കലും നിങ്ങൾ ആരെയും അനുവദിക്കാതിരിക്കുക. Ask them, what is your plan? അവരോട് ചോദിക്കുക, നിങ്ങളുടെ പദ്ധതി എന്താണ്. If you are a woman, ask what are they doing for you. നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ അവരോട് ചോദിക്കുക, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. If you are a worker, ask what are they doing for you. നിങ്ങൾ ഒരു തൊഴിലാളി ആണെങ്കിൽ അവരോട് ചോദിക്കുക, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. If you own a small business or a shop, ask what are you going to do to make me stronger. നിങ്ങൾക്ക് ഒരു ചെറിയ വ്യവസായം ഉണ്ടെങ്കിൽ, ഒരു ചെറിയ കടയുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. If you are a farmer, ask will you get the right price for your crop. Will they support you when there is trouble. നിങ്ങൾ ഒരു കർഷകനാണെങ്കിൽ അവരോട് ചോദിക്കുക, ഞങ്ങളുടെ വിളകൾക്ക് നിങ്ങൾ കൃത്യമായ വില തരുമോ, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കുമോ, ഞങ്ങൾക്കൊപ്പം നിൽക്കുമോ എന്ന് അവരോട് ചോദിക്കുക. This is your duty as a citizen of Kerala and a citizen of India. ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ, കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. So I have come here today to tell you precisely this,
ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് വളരെ കൃത്യതയോടുകൂടി ഈ കാര്യം നിങ്ങളോട് പറയാനാണ്. I have come to tell you what the Congress Party and the UDF are planning for your future. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും എന്താണ് ആസൂത്രണം ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. We know and we recognize how difficult these 5 years have been. ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. We saw that you placed your hope in the LDF in the last election. ഞങ്ങൾക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചത് LDF ഗവൺമെന്റിലാണ്. And in your wisdom, you wanted to experience what an LDF government can do for you. നിങ്ങളുടെ എല്ലാ വിവേകം കൊണ്ടും നിങ്ങൾ ആഗ്രഹിച്ചു, നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിച്ചു ഒരു LDF ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നത്. They made promises one after the other. ഒന്നിനു പുറകെ ഒന്നായി ധാരാളം വാഗ്ദാനങ്ങൾ അവർ നിങ്ങൾക്ക് നൽകുകയുണ്ടായി. They promised you 20 lakh jobs. നിങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ നൽകുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. They didn't give you any. പക്ഷേ അവരൊന്നും നിങ്ങൾക്ക് നൽകിയില്ല. In fact, regrettably, as soon as they came into power, they filled up government posts with their own people. പക്ഷേ നിങ്ങൾക്കറിയാമോ, അവർ ഗവൺമെന്റിൽ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ ഗവൺമെന്റ് തസ്തികകൾ അവരുടെ ആൾക്കാരെ കുത്തി നിറയ്ക്കുകയാണ് LDF ഗവൺമെന്റ് നിങ്ങൾക്ക് തൊഴിൽ നൽകുന്നതിന് പകരം ചെയ്തത്. When thousands of young people all across Kerala protested, they were suppressed, they were beaten. കേരളത്തിൽ ആയിരക്കണക്കിന് യുവാക്കൾ ഇതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അവരെ അടിച്ചമർത്തുകയുണ്ടായി, അവരെ മർദ്ദിക്കുകയുണ്ടായി. They promised you support for the rubber industry. റബ്ബർ വ്യവസായത്തിന് പിന്തുണ നൽകും എന്ന് അവർ പ്രഖ്യാപിച്ചു, അവർ വാഗ്ദാനം നൽകും. Instead, they allowed unchecked imports of rubber. പക്ഷെ അതിനു പകരം അനിയന്ത്രിതമായ റബ്ബറിന്റെ ഇറക്കുമതിയാണ് അവർ അനുവദിച്ചു കൊടുത്തത്. And crippled the industry. ആ വ്യവസായത്തെ മുട്ടിൽ നടത്തുകയാണ് ചെയ്തത്, ബുദ്ധിമുട്ടിക്കുകയാണ് ചെയ്തത്. The greatest suffering that happened in the last year or two was that small businesses, shop owners, people who were struggling to make their living with their own incentive and their own initiative were beaten down, not just by the central government's GST, not just by the demonetization that came before that, but after the corona pandemic. In between, when the lockdown was imposed, there was great suffering, and the people who bore the brunt of it were the very small industries, the small shop owners, and the small businesses of India. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 വർഷങ്ങളായി ഇവിടെ നടക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ, സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കുന്നവർ, സ്വന്തം താല്പര്യത്തോടുകൂടി ചെറിയ കച്ചവടങ്ങൾ ആരംഭിക്കുന്നവർ, അവരെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പല നയങ്ങൾ കൊണ്ടും നോട്ട് നിരോധനം കൊണ്ടും അതുപോലെ തന്നെ വികലമായി നടപ്പിലാക്കിയ ഒരു GST കൊണ്ടും അതിനുശേഷം വന്ന കൊറോണ പാൻഡമിക് സമയത്തുണ്ടായ ലോക്ക്ഡൌൺ കൊണ്ടും ഇതൊക്കെ കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ഇവിടെയുള്ള ഇടത്തരം കച്ചവടക്കാരും ഇടത്തരം വ്യവസായം നടത്തുന്നവരും സ്വയം സംരംഭകരുമാണ്. So because we understand what you have been through, we understand that you have seen a series of broken promises, that you have not been supported, that you have been weakened, that the government has worked for the corporates but not for you. We spoke to economists, we spoke to people in the Congress party and outside and asked them, what is it we can do to help you stand on your feet again and to help you to get through this phase? ഇതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ പാലിക്കപ്പെടാത്ത ഒരുപാട് വാഗ്ദാനങ്ങൾ കണ്ടതുകൊണ്ട്, നിങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെ സാമ്പത്തികമായും മറ്റും കടന്നുപോയതുകൊണ്ട്, ഈ അവസ്ഥകൾ മനസ്സിലാക്കിയതുകൊണ്ട് നിരവധി സാമ്പത്തിക വിദഗ്ധരോടും കോൺഗ്രസ് പാർട്ടിയിലെ പ്രധാനപ്പെട്ടവരോടും ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കരകയറാൻ സഹായിക്കാൻ ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചു. So the answer actually പ്രിയങ്ക ഗാന്ധി ചാലക്കുടിയിൽ സംസാരിക്കുകയാണ്.